Hi friends, welcome back to my channel Roopesh Tech Zone. Friends, നമ്മൾ 2 ദിവസം മുമ്പ് ഈ ഒരു റിമോട്ട് കൺട്രോൾ ഓഫ് റോഡ് റേസിംഗ് കാറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കാർട്ടിലുണ്ട്, വീഡിയോ നിങ്ങൾ കണ്ടേക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നമ്മൾ ഇന്ന് കുത്തി തുറക്കാൻ പോവാണ് ഗൈസ്. അതായത് ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റിമോട്ട് കാറും അതുപോലെ അതിൻ്റെ റിമോട്ടും പിന്നെ സ്ക്രൂ ഡ്രൈവറും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു റിമോട്ട് കാറാണ് കുത്തി തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഈ മിനി മോട്ടർ വരുന്ന ഭാഗം നമുക്ക് അയച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന മിനി മോട്ടർ, അവിടെ ഒരു മിനി മോട്ടറും പിന്നെ അതിൻ്റെ കുറച്ച് പൽചക്രങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ബാക്കിലും മിനി മോട്ടറും പിന്നെ കുറച്ച് പൽചക്രങ്ങളായിരിക്കും. അപ്പോൾ അത് അഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഭാഗമാണ് അഴിച്ച് നോക്കാൻ പോകുന്നത്. അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നോക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി എടുത്ത് മാറ്റണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ, എന്തൊക്കെയാണ് തട്ട് പൊട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ആദ്യം ഞാൻ ഈ ഒരു ബാറ്ററി എടുത്ത് വലിച്ചെറിയാണ് ഗൈസ്. എൻ്റെ മോനെ, ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 5 പൈസയ്ക്ക് പറ്റാത്ത സാധനമാണ്. നമ്മളൊരു അരമണിക്കൂർ, ഒരു മണിക്കൂർ വരെ ഈ ഒരു വണ്ടി വർക്ക് ചെയ്യിപ്പിച്ച അപ്പോൾ ആദ്യത്തെ ചാർജ് തീർന്നു പോകും. എന്നാൽ നമ്മൾ 4 മണിക്കൂർ ചാർജ് ചെയ്താലും ഈ സംഭവം തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്ക്രൂ കാണുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് അയച്ച് മാറ്റണം. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നമ്മളെല്ലാ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തെടുക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഗൈസ്, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചേക്കട്ടോ. ഇനി ഈ സംഭവം ഒന്ന് തിരിച്ച് നോക്കുകയാണ് ഗൈസ്. എന്തൊക്കെ കാണുന്നു നോക്കാം. എൻ്റെ മോനെ, ഇതെന്താ ബിസ്ക്കറ്റോ? ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഈ ഒരു ബോർഡ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിൽ ഐസി വെച്ചാണ് ഇത് വർക്ക് ചെയ്യണത്. മറ്റാദ്യമൊക്കെ നമ്മൾ എല്ലാ റിമോട്ട് കാറിലും ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടാകും. പക്ഷേ ഇതിൽ വരുന്നത് ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ കണക്ഷനാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മുടെ ലെഫ്റ്റിൽ റൈറ്റിലേക്കും തിരിയുന്ന മിനി മോട്ടറില്ലേ മുമ്പിലായിട്ട്, അതിനുള്ള വയറാണ്. ഇത് ബാക്കിലേക്കുള്ള വയറാണ്. ബാക്കിലുള്ള മിനി മോട്ടറിനുള്ള വയറാണ്. അതായത് മുമ്പിലോട്ട് ബാക്കിലോട്ട് വണ്ടി പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മിനി മോട്ടറിൻ്റെ വയറാണ്. പിന്നീട് ഇത് ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ അഴിച്ചെടുത്താൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അത് അഴിച്ച് മാറ്റാണ് കേട്ടോ. ഇനി നമുക്ക് പറിച്ചെടുക്കാം ഗൈസ്. പറിച്ചെടുക്കാൻ എന്താണ് അത്, മാങ്ങയാണെന്നൊന്നും കമൻറ്റ് ചെയ്യരുത്. നമ്മളതൊക്കെ ഓരോ നിമിഷത്തിൽ പറഞ്ഞു പോകണം ഗൈസ്. ഇപ്പം തന്നെ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടിയത്. 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വെക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. ഇവിടെ കൊടുക്കുന്നത് ഒരു സ്ലൈഡ് സ്വിച്ച്, പിന്നെ ഒരു കപ്പാസിറ്റർ, പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്തോ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്രയും കമ്പോണൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു IC ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മച്ചാന്മാരെ, ഒരു വയറ് പൊട്ടിയിട്ടോ. നമ്മളെ എവിടുന്നാ അറിയില്ല, അത് എവിടുന്ന വിട്ടുപോകുന്നതെന്ന് അറിയില്ല. ഒരു വയറ് പൊട്ടിയിട്ടുണ്ട്. അത് എവിടുന്നാന്ന് നോക്കാം നമുക്ക് ഏതായാലും. ഫ്രണ്ട്സ്, ഞാൻ ആകെ പേടിച്ചിട്ടോ. അത് വയറ് പൊട്ടി പോകുന്നതൊന്നല്ല, ആൻറ്റിനയുടെ കണക്ഷനാണ്. ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിമോട്ടിലെ കണക്ഷന് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിനയുടെ വയറാണ് വെച്ചിരിക്കുന്നത്, മനുഷ്യനെ പേടിപ്പിക്കാൻ. ഈ ഒരു കാറ് വെച്ചുള്ള കളി മതിയായി ഗൈസ്. അതുകൊണ്ട് ഞാനിത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് റിമോട്ട് ഒന്ന് നോക്കാം. ബോർഡ് മാത്രമേ ഞാൻ ഫിറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഫിറ്റാക്കാം. ആദ്യം നമുക്ക് ഈ റിമോട്ടൊന്ന് നോക്കട്ടെ. ഇനി റിമോട്ട് കൂടെ കേടെടുത്തിയാൽ എനിക്ക് സമാധാനമാവുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം. ഞാൻ ആദ്യമായിട്ട് ഈ ബാറ്ററിയുടെ സംഭവം കേട്ടോ റിമൂവ് ചെയ്യുന്നത്. ആദ്യം തന്നെ ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മുടെ ബാറ്ററിയാണ്. ഇത് കേടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാറ്ററിയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി പിന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എല്ലാ സ്ക്രൂവും കാര്യങ്ങളും നമ്മൾ അഴിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അയ്യോ അമ്മേ ഗൈസ്, വയ്യട്ടോ. ഈ ഒരു എത്ര കാര്യം സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത്ര സ്ക്രൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ഞാനൊരു പരിവായിട്ടുണ്ട്. നമ്മളിത് എടുത്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൽ വരുന്നത് സ്വിച്ചാണ് ഗൈസ്. ഞാൻ വിചാരിച്ച് നമ്മുടെ സ്റ്റെയറിങ് പോലുള്ള സംഭവം തിരിക്കുമ്പോൾ സ്വിച്ച് ആയിരിക്കില്ല, വല്ല റോളിങ് കാര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവർ സ്വിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് വരുമ്പോഴായിരിക്കും നമ്മുടെ ലെഫ്റ്റ് റൈറ്റും. ഇതെന്തോന്ന് തേങ്ങയാണ് ഗൈസ്. നമ്മൾ വിചാരിച്ചത് ഇതൊരു ആൻറ്റിനയാണെന്ന് കേട്ടോ. ഇത് വെറുതെ വെച്ചതാണ്.
ഇത് വെറുതെ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ആൻറ്റിനാണ് ഈ ഗൈസ്. ആൻറ്റിനോട് വയറ് ഇതുപോലെ തന്നെ നേരത്തെ മറ്റേ കൊടുത്തതുപോലെ തന്നെ മുറിച്ചിട്ടതാണ്. ഇതിനുള്ളിൽ അത്ര സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഏതായാലും നമുക്കൊന്ന് അടച്ചു വെക്കാട്ടോ, അല്ലെങ്കിൽ നേരത്തെ എങ്ങനെ അയച്ചെടുത്തെന്ന് ഞാൻ മറന്നു പോകും. അപ്പോൾ ഏതായാലും പിന്നെ ഇത് വലിച്ചെറിയേണ്ടി വരും ഈ സംഭവം. അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കാൻ കേട്ടോ. ഭാഗ്യം ശരിയായി നിൽക്കുന്നുണ്ട് ഗൈസ്, തിരിയുന്നുണ്ട് ഇതൊക്കെ. ഏതായാലും ഇനി സ്ക്രൂ ഇട്ട് മുറുക്കാം. ഈ ഒരു കാറും റിമോട്ടും ഒക്കെ നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ. വർക്കായിട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, എടുത്ത് വലിച്ചെറിയാം. ഞാനേതായാലും സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാണ് ഗൈസ്. സ്വിച്ച് ഓൺ ആവണില്ല. ഓണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ കാർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതേ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. കണക്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവമേ നാരായണ നാരായണ നാരായണി. വർക്ക് ചെയ്തിട്ടോ ഗൈസ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്തു. ഇനി തിരിയുന്നുണ്ടോ എന്ന് നോക്കാം. തിരിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനി ഒന്നും നോക്കണ്ട. പതുക്കെ അവിടെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.